ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 8 ആണ്. എ ബർത്ത്ഡേ ലെറ്റർ, ഒരു ജന്മദിന കത്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെന്താണ്? ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾക്ക് ജയിലിൽ ഇരുന്നുകൊണ്ട് എഴുതുന്ന ഒരു ജന്മദിനത്തിന് വേണ്ടി എഴുതുന്ന ഒരു കത്താണിത്. ഹൗ ഡു യു ഫീൽ വെൻ യു റിസീവ് എ ഗിഫ്റ്റ്? You all feel happy and love when you receive a gift from your parents on your birthday. But what if the parents are in another city and send a letter instead? A letter of blessing ഈസ് മോർ വാല്യുബിൾ ദാൻ ഗിഫ്റ്റ്. അപ്പോൾ എന്താണ് നമ്മളൊരു ഗിഫ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്? സോ നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും നമുക്ക് നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തന്നാൽ. സോ നമ്മുടെ പാരൻസ് വേറൊരു സിറ്റിയിലാണെങ്കിൽ നമുക്ക് അതിന് പകരം ലെറ്റർ അയക്കുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? സോ എ ലെറ്റർ ഓഫ് ബ്ലെസ്സിങ് ഈസ് മോർ വാല്യുബിൾ ദാൻ എ ഗിഫ്റ്റ്, അല്ലേ? ലെറ്ററിൽ കൂടെ നമുക്ക് കുറേ ആശംസകൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയൊക്കെ നേരുന്നത് കുറച്ചും കൂടി മറ്റുള്ള ഗിഫ്റ്റിനേലും കൂടുതൽ വാല്യുബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്കിതിൽ നോക്കാം. In 1913, India was not free. Many of our leaders were imprisoned by British. While in 1990, Pandit Jawaharlal Nehru wrote this letter to his daughter Indira on her 13th birthday. അപ്പോൾ എന്താണ്? 1930 ഇന്ത്യ എന്തായിരുന്നില്ല, ഫ്രീ ആയിരുന്നില്ല. സോ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ബ്രിട്ടീഷ് കാരണം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പം നൈനി ജയിലിൽ വെച്ചിട്ടായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾക്ക് 13ാമത്തെ ബർത്ത്ഡേക്ക് ഇന്ദിരയ്ക്ക് 13ാമത്തെ ബർത്ത്ഡേയിൽ ഒരു ലെറ്റർ എഴുതിയത്. സോ അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ലെറ്ററിൽ ആദ്യം തന്നെ പറയുന്നത് മൈ ഡിയർ സെൻട്രൽ പ്രസിഡന്റ് നൈനി, ഒക്ടോബർ 26, 1930 പ്രിയപ്പെട്ട ഇന്ദിരയ്ക്ക്. സോ എൻ്റെ പ്രിയപ്പെട്ട ഇന്ദിര എന്താണ് പറഞ്ഞത്? ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദ ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻറ്റ് ആൻഡ് ഗുഡ് wishes you will still have in full measure. But what present can I send you from Naini prison? My present cannot be very material or solid. They can be of the mind and spirit, things that even the high walls of prison cannot stop. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ സാധാരണ രീതിയിൽ ഇന്ദിര അവരുടെ ജന്മദിനത്തിന് ഒരുപാട് സമ്മാനം ആശംസകളൊക്കെ സ്വീകരിക്കുന്നത് പതിവാണ്. പക്ഷേ ഇപ്പോഴെന്താണ്, പൂർണ്ണ തോതിൽ ആശംസകൾ നേരുന്നുണ്ട്. എങ്കിലും നൈനി ജയിലിൽ നിന്ന് എന്ത് സമ്മാനമാണ് ഞാൻ അയക്കുന്നത്? എനിക്ക് എന്ത് അയക്കാൻ പറ്റും? ഞാനിപ്പോൾ അയച്ചാൽ തന്നെ അതൊന്നും ഒരു സോളിഡ് ആയിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അവർക്ക് മനസ്സും ആത്മാവും ആകാം, പക്ഷേ ജയിലിൻ്റെ ഉയർന്ന മതിലുകൾക്ക് പോലും തടയാൻ കഴിയാത്ത കാര്യങ്ങളാണത് എന്നൊക്കെയാണ് ആര് പറയുന്നത്? ജവഹർലാൽ നെഹ്റു പറയുന്നത്. സോ നെക്സ്റ്റിൽ എന്താണ് പറയുന്നത്? യു നോ സ്വീറ്റ് ഹാർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. എന്താണ് പറയുന്നത്? പ്രിയേ അല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ട്, സ്നേഹം നിറഞ്ഞവളെ എന്നൊക്കെ നമുക്ക് പറയാം. പ്രസംഗിക്കുന്നതും നല്ല ഉപദേശം നൽകുന്നതും ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് നിനക്കറിയാമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് പ്രസംഗിക്കുന്നതും അതുപോലെ ഉപദേശം നൽകുന്നതും ഒന്നും ഇഷ്ടമല്ല അദ്ദേഹത്തിന്. അപ്പോൾ ഏതാണ് തെറ്റ്, ഏതാണ് ശരി, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത് എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു പ്രസംഗം നടത്തുകയല്ല, മറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക. ചിലപ്പോൾ ചർച്ചകൾക്ക് പുറത്താണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്? നെഹ്റു ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? കുറച്ച് സത്യം പുറത്തു വരുന്നു. പിന്നെ നിങ്ങളുമായിട്ടുള്ള എൻ്റെ സംഭാഷണങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മീൻസ് ഇന്ദിരേനെയാണ് പറയുന്നത്. നീ ആയിട്ടുള്ള സംഭാഷണങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ ലോകം വിശാലാണ്. നമ്മുടെ ലോകത്തിനപ്പുറം മറ്റ് അത്ഭുതകരവും നിഗൂഢവുമായ ഒരു ലോകമുണ്ടെന്നാണ് അദ്ദേഹം മോക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മളാരും ഒരിക്കലും ബോറടിക്കുകയോ പഠിക്കേണ്ടതോ എല്ലാം പഠിച്ചു വളരെ ജ്ഞാനികളായി മാറിയെന്ന് സങ്കല്പിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ലോകത്തെക്കുറിച്ച് നമുക്കറിയാത്ത പലതും ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ഇന്ദിരയോട് നെഹ്റു പറയുന്നത്. ബട്ട് വാട്ട് ഐ ആം ഡു ടു ദെൻ എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദ പ്ലേസ് ഓഫ് എ ടോക്ക്. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് എ വൺ സൈഡ് അഫെയർ. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മേഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വി ഹാവിങ് എ ടോക്ക്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കത്തിനൊരു സംസാരത്തിൻ്റെ സ്ഥാനം വളരെ പ്രയാസമാണ്, അല്ലേ? ഒരു സംസാരിക്കുന്നത് പോലെ കത്തിലൂടെ നമുക്ക് പറ്റില്ല. ഏറ്റവും മികച്ചത് ഇത് ഏകപക്ഷീയമായൊരു കാര്യമാണല്ലോ. ഒരാൾ എഴുതിക്കൊണ്ടിരുന്നു, ഒരാൾ മാത്രം സംസാരിക്കുന്നു. അപ്പോൾ ശരിക്കും ഒരു സംഭാഷണം നടക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഞാൻ നിന്നോട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. അതായത് ശരിക്കും ഒരു സംഭാഷണം പോലെയാണ് നിനക്ക് തോന്നുന്ന രീതിയിലൊരു നിർദ്ദേശം തന്നിട്ടുണ്ടെന്ന് ചിന്തിക്കുക എന്നാണ് നെഹ്റു മോളോട് പറയുന്നത്. സോ In history, we read of great periods in the life of nation of great men and women. Do you ever remember how fascinated you were when you first read the story of Jeanne d'Arc?
and how your ambitions was to something like her. Ordinary men and women are not usually heroic. They think of their bread and butter, of their children, of their household worries and like. അപ്പോൾ എന്താണ് നമ്മൾ ചരിത്രത്തിൽ എന്താണ് രാഷ്ട്രങ്ങളെയും മഹത്തായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിലെ മഹത്തായ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജവാൻ ഓഫ് ആർക്കിൻ്റെ കഥ നിങ്ങൾ അതായത് ഇന്ദിര ആദ്യം വായിച്ചപ്പോൾ വളരെ അതന്നെ വളരെ ഒരു ആകർഷികത ആകർഷിച്ചു അവളെ എന്നാണ്. അതുപോലെയുള്ള ഒരാളെ പോലെ ആകണമെന്ന് അവൾ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നീ ആഗ്രഹിച്ചത് ഓർക്കുന്നുണ്ടോ എന്നാണ് നെഹ്റു ചോദിക്കുന്നത്. സാധാരണ സ്ത്രീകളും പുരുഷന്മാരും എന്താണ് സാധാരണയായിട്ട് വീരന്മാരല്ല, ഹീറോയൊന്നല്ല. അവർ അവരുടെ ജീവിതത്തിന് വേണ്ടി റൊട്ടിയും വെണ്ണയും മക്കളുടെ വീട്ടുകാര്യങ്ങളും മറ്റുമാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാൽ മഹത്തായ ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ എന്നാൽ മുഴുവൻ ആളുകളും ഒരു മഹത്തായ ലക്ഷ്യത്തിൽ താല്പര്യപ്പെടുത്തുന്ന ഒരു സമയം വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ബട്ട് എ ടൈം കംസ് വെൻ ഹോൾ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഗ്രേറ്റ് കോസ്. Then history helped even simple ordinary men women to become heroes. Great leaders have something in there which inspire whole people and make them do great deeds. In India, a great leader full of love for all who suffer and eager to help them has inspired our people to great actions and noble sacrifice. He has helped to make the starving and poor and oppressed free and happy. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർ സ്ത്രീകളും എന്താണ് ഒരു നായികരാകാനായിട്ട് വരുന്നൊരു സമയം വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അപ്പോൾ ചരിത്ര ലളിതവും സാധാരണക്കാരുമായ സ്ത്രീ പുരുഷന്മാരെ പോലെ നായികമാരാക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ജനതയെ മുഴുവൻ പ്രചോദിപ്പിക്കുകയും മഹത്തായ പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചിലത് മഹാനായ നേതാക്കന്മാരുണ്ട് നേതാക്കളുണ്ട്. അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. ദുരിതം അനുഭവിക്കുന്ന എല്ലാവരോടും സ്നേഹവും അവരെ സഹായിക്കാൻ ഉത്സുകരുമായ ഒരു മഹാനായ നേതാവാണ് മഹത്തായ പ്രവർത്തനങ്ങൾക്കും ഉദാത്തമായ ത്യാഗത്തിനും അതുപോലെ നമ്മുടെ ജനങ്ങളെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു പട്ടിണി കിടക്കുന്നവരെയും അതുപോലെ തന്നെ ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സ്വതന്ത്രരും സന്തോഷകരവുമാക്കാൻ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധിനെയാണ് ബാബുജി എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ജയിലിലാണ്. ബട്ട് ദ മാജിക് ഓഫ് ഹിസ് മെസ്സേജ് ഹാസ് സ്റ്റോളൻ ദ ഹാർട്ട് ഓഫ് ഇന്ത്യൻ മില്യൺസ് men and women and even little children come out of their little shells and become India's soldier of freedom. In India today, we are making history, and you and I are fortunate to see his happening before our eyes and to take some part ourselves in the great drama. അപ്പോൾ എന്താണ് പറയുന്നത്? ബാബുജി ജയിലിലാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ മാന്ത്രികത ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പുരുഷന്മാരും സ്ത്രീകളും ചെറിയ കുട്ടികളും പോലും അവരുടെ ചെറിയ ലോകത്ത് നിന്ന് പുറത്തു വന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സൈനികരായിട്ട് മാറി. പിന്നെ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ചരിത്രം സൃഷ്ടിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മുടെ കൺമുമ്പിൽ ഇത് സംഭവിക്കുന്നത് കാണാനും ഈ മഹത്തായ നാടകത്തിൽ കുറച്ച് പങ്കാളികളാകാനും നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറയുന്നു. ദെൻ വാട്ട് പാർട്ട് ഷാൽ വി പ്ലേ ഇൻ ഇറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്കിടെ ഒരു പാർട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? സോ നമ്മൾ ഇന്ത്യയുടെ സൈനികരാകണമെങ്കിൽ ഇന്ത്യയെ നമ്മൾ ബഹുമാനിക്കണം ആ ബഹുമാനം ഒരു പവിത്രമായ വിശ്വാസമാണ്. ഏതാണ് ശരി ഏതാണെന്ന് തീരുമാനിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ഞാൻ നിന്നോട് ഒരു ചെറിയ ടെസ്റ്റ് ആവശ്യപ്പെടാമെന്നാണ് അദ്ദേഹം മോളോട് പറയുന്നത്. അപ്പോൾ ഒരിക്കലും രഹസ്യമായോ ഒരിക്കലും രഹസ്യമായോ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നതായോ ഒന്നും ചെയ്യാൻ പാടില്ല. എന്തും മറയ്ക്കാനുള്ള ആഗ്രഹം അർത്ഥമാക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്നുവെന്നും അതുപോലെ ഭയം ഒരു മോശമായ കാര്യവും നിങ്ങളെ യോഗ്യമല്ലാതാക്കുന്നതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിരിക്കുക, ബാക്കിയുള്ളവർ പിന്തുടരുക എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇനി യു നോ ദാറ്റ് ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാബുജീസ് ലീഡർഷിപ്പ് ദർ ഇസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. അപ്പോൾ ബാപ്പുജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിൽ രഹസ്യത്തിനും ഒളിച്ചോട്ടത്തിനും ഒന്നും ഇടയുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മറയ്ക്കാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യുന്നതിനോ പറയുന്നതിനോ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അതുപോലെ ഞങ്ങൾ സൂര്യനിലും വെളിച്ചത്തിലായിരുന്നു പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് സൂര്യനുമായി ചെങ്ങാത്തം കൂടാൻ സാധിക്കും, വെളിച്ചത്തിൽ പ്രവർത്തിക്കാം, രഹസ്യമായി നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ എൻ്റെ പ്രിയെ നിൻ്റെ വെളിച്ചത്തിൻ്റെ കുട്ടിയായി വളരും. അപ്പോൾ നീ വെളിച്ചത്തിൻ്റെ കുട്ടിയായിട്ടായിരിക്കും വളരുന്നത്. രഹസ്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്തും തന്നെ സംഭവിച്ചാലും ശാന്തനും ആകാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും രഹസ്യങ്ങളൊന്നും ഇല്ലാണ്ട് വെളിച്ചത്തിൽ പ്രവർത്തിക്കാനാണ് ഇന്ദിരയോട് അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്?
ജവഹർലാൽ നെഹ്റു പറഞ്ഞു കൊടുക്കുന്നത്. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ്? ഗുഡ് ബൈ ലിറ്റിൽ വൺ ആൻഡ് മേ യു ഗ്രോ അപ്പ് into brave soldier in India service. With all my loves and good wishes, your loving father ജവഹർലാൽ നെഹ്റു. അപ്പോൾ എന്താണ്, ഞാൻ നിനക്ക് വളരെ നീണ്ടൊരു കത്ത് എഴുതിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഒരു കത്തിൽ അതെങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ വിട കുഞ്ഞെ, നീ ഒരു ഇന്ത്യയുടെ സേവനത്തിൻ്റെ ഒരു ധീര സൈനികയായിട്ട് മാറട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം എന്താണ്, എൻ്റെ എല്ലാ സ്നേഹത്തോടും ആശംസകളോടും കൂടി നിൻ്റെ സ്നേഹനിധിയായ പിതാവ് ജവഹർലാൽ നെഹ്റു എന്ന് എഴുതി ആ ഒരു ലെറ്റർ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതിൽ ജവഹർലാൽ നെഹ്റു ഒരു മോൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബർത്ത്ഡേക്ക് ഒരു നല്ല സന്ദേശമാണ് ഈ ഒരു ലെറ്ററിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.